വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രവാചകഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷയോട് പറഞ്ഞു, തൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവന് കടം കൊടുത്തവൻ തൻ്റെ കുട്ടികളെ അടിമകളാക്കാൻ ശ്രമിക്കുന്നു. ഏലീഷ അവളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. തൻ്റെ കയ്യിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏലീഷയുടെ നിർദ്ദേശപ്രകാരം അവൾ ആ എണ്ണ അവിടെയുള്ള എല്ലാ പാത്രങ്ങളിലേക്കും പകർന്നപ്പോൾ അവയിലെല്ലാം എണ്ണ നിറഞ്ഞു. അവളോട് അത് വിറ്റ് തൻ്റെ കടം വീട്ടാൻ ഏലീഷ നിർദ്ദേശിച്ചു. ഏലീഷ മറ്റൊരവസരത്തിൽ കുട്ടികളില്ലാത്തൊരു ശൂനേംകാരിയുടെ അപേക്ഷയനുസരിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണയാൽ അവൾക്കൊരു പുത്രന് ലഭിച്ചു. എന്നാൽ ആ കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഉടനെ കുഞ്ഞിൻ്റെ അമ്മ ഏലീഷയുടെ അടുത്ത് ചെന്ന് അവനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഏലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു. ഏലീഷ അവളെ വിളിച്ചു പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. ഏലീഷ പിന്നീട് ഗിൽഗാലിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം ശുദ്ധീകരിച്ച് ഭക്ഷണയോഗ്യമാക്കി. മറ്റൊരവസരത്തിൽ ബൽഷാലിഷായിൽ വെച്ച് ഭക്ഷണം വർദ്ധിപ്പിച്ചു. വളരെ പേർക്ക് വിളമ്പി. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. തൻ്റെ രോഗം മാറാൻ നാമാൻ രഥങ്ങളും കുതിരകളുമായി ഏലീഷയുടെ വീട്ടുപടിക്കലെത്തി. ഏലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു. ശരീരം ശിശുവിൻ്റേതുപോലെയായി. നാമാൻ ഏലീഷയ്ക്ക് സമ്മാനം വാഗ്ദാനം നൽകിയെങ്കിലും അത് സ്വീകരിക്കാൻ ഏലീഷ തയ്യാറായില്ല. എന്നാൽ ഏലീഷയുടെ ഭൃത്യൻ ഗഹസി ആരുമറിയാതെ നാമാന്റെ പുറകെ പോയി സമ്മാനങ്ങൾ വാങ്ങി. ഏലീഷ പ്രവാചകൻ തൻ്റെ ശക്തിയാൽ ഇത് മനസ്സിലാക്കി. അവൻ ഗഹസിയോട് പറഞ്ഞു, നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് ഏലീഷയുടെ സന്നിധി വിട്ടുപോയി. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 27-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.